സുധേട്ട ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ കണ്ട് പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? ഇന്ന് ചൊറപ്പിച്ച കല്യാണം മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ. അത് ഞാൻ കാണിച്ചു എന്റെ മെമ്മറി കാർഡ് നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. ഒരു മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക. അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് ഒരു മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളിൽ വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീ ഒക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിച്ചാളെ ഇറക്കടാ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ മതിയടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്ര ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങിപ്പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ. ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടൊക്കെ പോക്കും. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും. വലിയ ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കളയാട്ട് ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി അറിയിക്കോ. നമ്മൻ തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? നഖം മുറിക്കുമ്പോഴും നോക്കണ്ടേ മോളെ? നല്ലോണം പറ്റീന സാരില്ല. നീക്ക് മാത്രം ഇടുന്ന അത്രക്കാരൻ പെണ്ണ്. എപ്പ നോക്കിയാലും ഫോണ്. സുധാര ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വരുന്ന മൊത്തം ഒരു മുടക്കുക. അതിനെന്താ അവർക്ക് ശരിയാതെ നമ്മയും മുടക്കുന്നില്ലേ? അല്ല, നമുക്കൊരു 2ാം കെട്ടുകാരായിട്ട് നോക്കിയാലോ? നല്ല ഐഡിയ അല്ലേ? 2ാം കെട്ടോ കുറെ നോക്കിയടോ. അവസാനം കയറി 8 വീടും 2ാം കെട്ടാ. സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വയ നടക്കും സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ വെറുതെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് തരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിനു കണ്ണാ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനെ നടക്കുവോ? ആ കണ്ണാ, എനക്കെന്ന് കൊടി ബസ്സില് ഞാൻ എത്രയിടത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ ഒപ്പം ബസ്സിൽ വാ. കണ്ണാ, തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മണിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നായിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന്. ദേവേട്ടാ, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരുത്തി 1 ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചും ഉണ്ടക്കണ്ണും വെളുത്ത മനസ്സും കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടക്കിട്ടാ ഇവ നടക്കുവോ? കണ്ണേട്ടാ ഐ ലവ് യു. നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും. ശരിക്കും നോക്കണം. ആ കുറച്ച് കൊണ്ടുവന്നേ. മാറി ഇക്കടാ പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്ക്.
ഷംസു, എന്നാൽ ഈ ബുദ്ധി നമുക്ക് എന്താ ഇത്ര വൈകി തോന്നിയത്? ബസ്സിൽ എത്രക്കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഇങ്ങനെ? ഒന്നിനൊന്ന് മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ. തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. കണ്ണാ നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന്. ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി. സൂപ്പർ അല്ല കണ്ണ. ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ കുറച്ചിലേ കഥ കുറച്ചില്. എന്ത് കഥ നിങ്ങൾ പറയുന്നേ? തുണ്ട് കഥ പടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല ഓളെ ഞാൻ കണ്ടിട്ടാണ്. ഒരു മൂപ്പരാടുന്ന ബാക്ക് വന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പയ പാഴ ഗളവി ഇറങ്ങിയിട്ടേ ഇറങ്ങി പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ ഒപ്പിച്ച്. എപ്പോഴാ പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ. നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്. കണക്കട 811 811 87 87 47 355. എന്ത് പറ്റി? പൈസ ഇടുന്ന ഒറ്റാട്ടിയോ സുധാര മറ്റേ സംഭവം. എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ മിണ്ടറ. മറ്റേ കേസാ? ആ മറ്റേ കേസാണ് കണ്ണ. എടാ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയതണ്ട മൂക്കം അങ്ങോട്ട് വെട്ടിക്കും. വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്. ശൈല എന്തല്ല ഒന്ന് കാണാൻ വന്നാ? കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോയ്ക്ക്. നീ ഇതിന് എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാവുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കണ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ബ്ലോക്ക് ഇട്ടിനി. ശരി ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ നീ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യ? എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്നാ നിങ്ങളെ വിചാരം? 35. 35? നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്റെ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതന്റെ ഏട്ടനായി പോയി. ഷർലി മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളിടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷർലി, കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ, കണ്ണ ഓക്കല്ലേ? ഇതാ രവിക്കുള്ള കോഴി. ഇനി 5 ദിവസമില്ലേ, അടുത്തത് നോക്കിയാ പോരെ? മോളെ നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കൂടെ? നമ്മുടെ പാർട്ടിക്ക് ഇത്ര സ്വാധീനമില്ലാതെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പാർട്ടിക്കല്ല, എനിക്ക് സ്വാധീനം എന്ന് പറ. എനിക്ക് എനക്കാ സുധാര എനിക്കാ കണ്ണ. ആ വേണ്ടാണ്ട് വെല്ലുവിളിക്കും ചെയ്തിട്ട് മനുഷ്യനെ മേനക്കെടുത്ത. അപ്പോ തോക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ? വേറെ വഴിയില്ലല്ലോ അമ്മേ. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കാം. എന്നിട്ട് ഉത്സവം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം.
അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടിയെല്ലാം നിർത്തിയാ? അതിന് ഇവര് പെണ്ണിട്ടണ്ടേ? നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ? എന്നിട്ട് നമ്മൾ 3-4 പേര് പോവാ. ആ കുരിപ്പിന് ആ തോക്കങ്ങാണ്ട് കൊടുത്തേക്കാം. ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. സുധാര ലേശ ഒളിപ്പുണ്ടാ എനിക്ക്. എന്നാ സുധാര, നീ ആ ബാലനെ ചന്ദ്രനെ ആരെന്ന് വെച്ചാൽ വിളിക്കും. നമുക്ക് നാളെ തന്നെ തൂക്ക് കൊടുക്കാം. ബെറ്റ് തീരാൻ എന്തായാലും 5 ദിവസം കൂടെ ഉണ്ടല്ലോ. എനക്കും മടുത്തു. ഇത് കളി കണ്ണ മിണ്ടേ. ധനേഷ്. ഹലോ. ഞാനോ? എടോ സുധാര. ഹലോ ചന്ദ്ര, ഞാനാ പ്രഭാകരൻ. ഓ, നമ്മൾ തമ്മില് എന്തിനാടാ ഒരു വെറുപ്പും ഇതൊക്കെ? ഇനിയിപ്പോ തോക്ക് കൈമാറാൻ 5 ദിവസം ഇല്ലതാനും. ഓ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്നേക്ക് 5-ാം ദിവസം തോക്ക് ഇങ്ങന്നേക്കണം. അത് എന്താ പറ്റിയെന്നറിയോ? നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട്. ഓ, നമ്മളെല്ലാരും നാളെ രാവിലെ പോകും. അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം. ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിക്കണ്ടപ്പാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ബാലേട്ടനോടൊന്ന് ചോദിക്കണം. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിക്കണ്ട. നമ്മളൊരു 2-3 ആൾക്കാർ വരാം. നിങ്ങളും 2-3 ആൾക്കാർ വാ. ആ, എങ്ങനെയുണ്ട് ഐഡിയ? വർക്കായില്ലേ?